പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചു പോയാൽ ദ ഹിന്ദുവിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായുള്ളത് ലാർജ്ലി പീസ്ഫുൾ ഫേസ് 3 റെക്കോർഡ്സ് ഓവർ 64% പോളിംഗ് എന്ന തലക്കെട്ടിൽ ഇന്നലെ മൂന്നാം ഘട്ട പോളിംഗ് അവസാനിച്ച വാർത്തയാണ്. 64.4% പോളിംഗ് ശതമാനം ഇന്നലെ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ ഈ സമയം ഈ ഘട്ടങ്ങളിൽ ഇത്രയും 93 മണ്ഡലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 67% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം 2.5% കുറവാണ് മൂന്നാം ഘട്ട പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ പ്രധാനമായിട്ടും വോട്ട് ചെയ്ത നരേന്ദ്രമോദിയുടെ ചിത്രം അഹമ്മദാബാദിൽ നിന്നും ഒപ്പം അമിത്ഷായുടെ ചിത്രവും പത്രം ആദ്യ പേജിൽ വെക്കുന്നു. ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധാഭായ് ഖാർഗെയും പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം നിൽക്കുന്ന ചിത്രങ്ങളും ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. ഒരു ഭാഗത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ, മറുഭാഗത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും. സ്പൊറാഡിക് ഇൻസിഡൻസ് ഓഫ് വയലൻസ് റിപ്പോർട്ടഡ് ഇൻ വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്രയിലും വെസ്റ്റ് ബംഗാളിലും ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായി. 93 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ 11 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഗോ ടു ദ പോൾസ്. 93 മണ്ഡലങ്ങളാണ് 11 സംസ്ഥാനങ്ങളിലായിട്ട് ഇന്നലെ പോളിംഗിലേക്ക് പോയത്. മോദി വോട്ട്സ് ഇൻ ഹോംസ് ഗുജറാത്ത്, 4 more phases to go. ഇനി 4 ഘട്ടങ്ങൾ കൂടി ഇനി പൂർത്തിയാകാൻ ബാക്കി നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഹിന്ദു പത്രം എടുക്കുന്നത് 3 ഇൻഡിപെൻഡൻസ് പുൾ ഔട്ട്, ഹരിയാന BJP ഗവൺമെന്റ് ഇൻ ക്രൈസിസ്. ഹരിയാനയിലെ BJP ഗവൺമെന്റ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നു. നമ്മൾ സാധാരണ പറയുന്നത് ത്രിശങ്കുവിലായിരിക്കുന്നു എന്നാണ്. 3 സ്വതന്ത്രന്മാരുടെ പിന്തുണ പിൻവലിച്ചതോടുകൂടിയാണ് ഹരിയാനയിലെ BJP ഗവൺമെന്റ് ഇപ്പോൾ ത്രിശങ്കുവിലായിരിക്കുന്നത്. അവിടെ 90 MLA-മാരാണ് ഉള്ളത്. അതിൽ 2 സീറ്റുകൾ വേക്കൻ്റാണ്. അതിൽ 45 ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 30, INLDക്ക് 1, JJPക്ക് 10. നേരത്തെ JJP BJPക്കൊപ്പമായിരുന്നു, മനോഹർലാൽ ഖട്ടറിനോടൊപ്പമായിരുന്നു. ആ JJP പിന്തുണ പിൻവലിച്ചതിന് ശേഷം പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ സ്വതന്ത്രന്മാർ 4 പേരും ഓപ്പോസിഷൻ്റെ ഭാഗത്താണെങ്കിൽ 45 പേരുടെ പിന്തുണ പ്രതിപക്ഷത്തിനുണ്ട്. എന്നാൽ അതേസമയം ഗവൺമെൻറ്റിന് 43 പേരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. ഇതിൽ BJP തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, 40, INDയുടെ 2, HLPയുടെ 1 എന്നിങ്ങനെ 43 മാറി. അപ്പോൾ 2 MLA-മാരുടെ കുറവ് യഥാർത്ഥത്തിൽ BJP ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇനി ഒരു പക്ഷേ പ്രസിഡന്റ് റൂളിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇത് ഹരിയാനയിൽ മാത്രം നടക്കുന്നൊരു മാറ്റമായി ചിത്രീകരിക്കാൻ കഴിയില്ല. പലയിടങ്ങളിലും BJP സർക്കാരും അഥവാ BJP പാർട്ടിയും ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. അതിൽ ഹരിയാനയിൽ നിന്നുള്ള വിവരമാണ് 3 സ്വതന്ത്രന്മാർ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു BJP ഗവൺമെന്റിന്. കേരളത്തിലേക്ക് എത്തിയാൽ ചെറിയൊരു ആശങ്കയ്ക്ക് ഇടം നൽകിക്കൊണ്ടുള്ള ഒരു വാർത്ത ഇന്നലെ വന്നിരുന്നു. അതിൽ വെസ്റ്റ് നൈൽ ഫീവറും ബാധിച്ച് ഒരു പ്രായമേറിയ ഒരു മനുഷ്യൻ ഇന്നലെ മരിച്ചു. 79 വയസ്സുള്ള വാടനാപ്പള്ളി തൃശ്ശൂർ സ്വദേശിയാണ് ഇന്നലെ മരിച്ചത്. ഈ വെസ്റ്റ് നൈൽ ഫീവർ എന്ന് പറയുന്നത് വലിയ ആശങ്ക വേണ്ടതില്ല. ജപ്പാൻ ജ്വരം പോലെ ഒരു അസുഖമാണ്. പക്ഷികളിൽ നിന്ന് കൊതുകിലേക്കും കൊതുകിൽ നിന്ന് മനുഷ്യരിലേക്കും ഒക്കെ ഈ വെസ്റ്റ് നൈൽ ഫീവർ പടരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ജപ്പാൻ ജ്വരം പോലെ അത്ര മാരകമല്ല, മരണ റേറ്റ് വളരെ കുറവാണ്. പക്ഷേ എങ്കിലും ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ച് പ്രായമായവരിൽ ഈ വെസ്റ്റ് നൈൽ ഫീവർ വരുന്നത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് ഒരു ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കെജ്രിവാൾ സുപ്രീം കോർട്ട് ഡിഫേഴ്സ് ഓർഡർ ഓൺ ബെയിൽ പ്ലീ ഓഫ് കെജ്രിവാൾ എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദ സുപ്രീം കോർട്ട് ഓൺ ട്യൂസ്ഡേ ഡിസൈഡഡ് ടു മുൾ ഓവർ ദി ക്വസ്റ്റ്യൻസ് of granting interim bail to Delhi Chief Minister Arvind Kejriwal to enable him to campaign as an Aam Aadmi Party leader for the ongoing Lok Sabha election. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 4 ഘട്ടങ്ങൾ അവശേഷിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതാവ് കൂടിയായ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയേറുന്നു എന്നുള്ളതാണ്. ഇടക്കാല ജാമ്യ ഹർജി ഇന്നലെ അരവിന്ദ് സമർപ്പിച്ചിരുന്നില്ലെങ്കിലും സുപ്രീം കോടതി ഈ കേസിൻ്റെ വിചാരണ നീണ്ടുപോകുന്ന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി, ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ജയിലിൽ കിടക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ED അതിനെ എതിർത്തുവെങ്കിലും ഇന്നലെ ഒട്ടേറെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അസാധാരണമായൊരു സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം കൊടുക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, CBI അറസ്റ്റ് 2 more for pushing Indians into Russia-Ukraine war. റഷ്യ-ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട മനുഷ്യക്കടത്ത് നടന്ന വിവരം പ്രേക്ഷകർക്കറിയാം. അതിൽ ചില മലയാളികൾ കൂടി അതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന വാർത്തയും നമ്മൾ കേട്ടിരുന്നു. ഇതിലിപ്പോൾ 2 പേരെ കൂടി ആ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനോരമയിലേക്ക് എത്തിയാൽ, ഡ്രൈവറില്ല കളരി എന്ന തലക്കെട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് പ്രശ്നപരിഹാരത്തിന് ആരുമില്ല എന്നുള്ളതാണ് പത്രം വലിയ ലീഡായി നൽകിയിരിക്കുന്നത്. വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും വിദേശത്താണ്. കമ്മീഷണർ ലീവിൽ പോയിരിക്കുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നത് 10 ലക്ഷം പേരെന്നാണ് യൂണിയനുകൾ പറയുന്നത്. സംസ്ഥാനത്ത് പുതുതായി നടപ്പിലാക്കുന്ന ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയിൽ വലിയ പ്രതിഷേധം തുടരുമ്പോഴാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ വിദേശത്ത് പോയിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഗതാഗത കമ്മീഷണർ അവധിയിലാണ്. മാത്രവുമല്ല
ഗതാഗത മന്ത്രി ഇന്തോനേഷ്യയിലേക്ക് പോയിരിക്കുന്നു. മുഖ്യമന്ത്രിയും വിദേശയാത്രയിലായതോടെ ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടലൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. സർക്കാർ കാഴ്ചക്കാരായി നിൽക്കുമ്പോൾ ഉരുകുന്ന ചൂടിലും ഓരോ ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തി കാത്തുനിന്ന ശേഷം മടങ്ങുകയാണ് ആയിരക്കണക്കിന് അപേക്ഷകർ എന്ന് പറയുന്നു. ഏറ്റവും കൗതുകകരമായ കാര്യം, ഞാൻ പ്രതീക്ഷിച്ചത് പത്രത്തിന്റെ ആദ്യ പേജിൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ്. പക്ഷേ പത്രം ആ ആംഗിളിലല്ല ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ പ്രശ്നം തുടരുമ്പോൾ നാഥനില്ലാ കളരി എന്നതുപോലെ ഡ്രൈവറില്ലാ കളരിയായി മാറിയിരിക്കുന്നു നമ്മളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷകൾ. ലൈസൻസുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം അപേക്ഷകർ ഇരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും കമ്മീഷണറും അടക്കമുള്ളവർ വിദേശത്ത് പോയിരിക്കുന്നത് എന്നതാണ് പത്രം പ്രധാനമായിട്ടും ലീഡാക്കിയിരിക്കുന്നത്. മൂന്നാം ഘട്ടത്തിലും പോളിംഗ് കുറവ് മാത്രം 63.31 എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് 64% എന്നാണ്. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് 64.4% ഇന്നലെ പോളിംഗ് രേഖപ്പെടുത്തിയത് എന്നാണ്. മറ്റൊന്ന്, മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ട്. വ്യാജ ആധാരമായ 1.5 ലക്ഷം അഭയാർത്ഥികൾ കേരളത്തിലുണ്ട് എന്നാണ് മിലിറ്ററി ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. 1.5 ലക്ഷം അഭയാർത്ഥികൾ കേരളത്തിലുണ്ടെങ്കിൽ അത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 1.5 ലക്ഷത്തിലേറെ അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡുമായി കേരളത്തിൽ കഴിയുന്നതായി മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു. അസമിലെ മധുപൂർ, നൌഗാവ്, ബംഗാളിലെ കലിപോങ്, നദിയ, ഉത്തര ദിനാജ്പൂർ, കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ ആധാർ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറി വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതായാണ് കണ്ടെത്തൽ. അത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ഹരിയാനയിൽ BJP സർക്കാർ തുലാസിലായത്, നായബ് സിംഗ് സൈനി ഗവൺമെന്റിന് 3 സ്വതന്ത്രന്മാരുടെ പിന്തുണ നഷ്ടപ്പെട്ടതും പത്രം ആദ്യത്തെ പേജിൽ തന്നെ നൽകുന്നു. മറ്റൊന്ന്, കെ സുധാകരൻ ഇന്ന് KPCC അധ്യക്ഷനായി ചുമതലയേൽക്കുമെന്ന വാർത്ത. SSLC ഫലം ഇന്ന് 3 മണിക്ക് പ്രഖ്യാപിക്കുമെന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുകയും ചെയ്യുന്നു. ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ, ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട വാർത്ത KPCC അധ്യക്ഷനായി കെ സുധാകരൻ തിരികെ എത്തുന്നതാണ്. പത്രം അതിനെ കാണുന്നത് പ്രതിപക്ഷ അഥവാ മറ്റൊരു പാർട്ടിയുടെ മുഖപത്രം കൂടിയായ ദേശാഭിമാനി, CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനി KPCC അധ്യക്ഷന്റെ വരവിനെ വിശേഷിപ്പിക്കുന്നത് സുധാകരന് വഴങ്ങി എന്നാണ്. കോൺഗ്രസിന് BJP പേടി, സുധാകരന് വഴങ്ങി എന്നാണ്. ഫലം വന്നാൽ അടിമുടി മാറ്റം. BJP-യിൽ പോകുന്നതടക്കം കടുത്ത തീരുമാനം സുധാകരൻ എടുക്കും എന്നുള്ള ഒരു സൂചനയിലാണ് ഈ ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിന് വഴങ്ങിയത് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. BJP-യിൽ ചേരുന്നതടക്കം കടുത്ത തീരുമാനമെടുക്കുമെന്ന ഭീഷണി ഉയർത്തിയതോടെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തിൽ നിന്ന് ഹൈക്കമാൻഡ് മാറി. ഇത് CPM വേർഷനാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ സോഴ്സ് ഒന്നും നമുക്ക് ലഭ്യവുമല്ല. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ, മാതൃഭൂമിയിൽ സഹകരണ ബാങ്കുകൾക്ക് റേറ്റിംഗ് വരുന്നു എന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പത്രം മറ്റു പത്രങ്ങളിൽ ഇല്ലാത്തൊരു വാർത്തയെ ലീഡ് ചെയ്യുന്നുണ്ട്. സാമ്പത്തിക അച്ചടക്കവും പ്രവർത്തനവും വിലയിരുത്തിയാണ് കേരള ബാങ്കിന്റെ റേറ്റിംഗ് നടക്കാൻ പോകുന്നത്. പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക അച്ചടക്കവും പ്രവർത്തനവും വിലയിരുത്തി റേറ്റിംഗ് നിശ്ചയിക്കാൻ കേരള ബാങ്ക് പ്രവർത്തനത്തിലെ കാര്യക്ഷമത, സാമ്പത്തിക സ്ഥിതി, സാങ്കേതിക മികവ് എന്നിങ്ങനെ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതിയ റേറ്റിംഗ് വരാൻ പോകുന്നത്. 5 സ്റ്റാർ അടിക്കുമോ നിങ്ങളുടെ സഹകരണ ബാങ്കുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. കോടതി വിധി തിരിച്ചടിയായി അപ്പീൽ നൽകുമെന്ന് കുഴൽനാടൻ പറഞ്ഞ വാർത്തയും പത്രം ആദ്യ പേജിൽ നൽകുന്നു. റഷ്യൻ സൈന്യത്തിലേക്ക് മനുഷ്യക്കടത്ത് 4 പേർ അറസ്റ്റിൽ എന്ന വാർത്തയും പത്രം നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, പ്രേക്ഷകർക്കറിയാം, ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സഭാധ്യക്ഷനായ അത്താനിയോസിസ് യോഹാൻ മെത്രാപ്പോലിത്തയ്ക്ക് അമേരിക്കയിൽ ഇന്നലെ ഒരു അപകടമുണ്ടായി. ആ അപകടത്തിൽ ഗുരുതര പരിക്കാണ്, സർജറി കഴിഞ്ഞിരിക്കുന്നു, ICUവിൽ തന്നെ തുടരുകയാണ് എന്നാണ് പത്രം ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി പത്രങ്ങൾ ലീഡ് ചെയ്യുന്നത്.